ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അങ്ങനെ 2 വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ച് തന്നിട്ടുണ്ട്. അതെല്ലാം നല്ല റീച്ച് തന്നെയാണ്. അതായത് ഒരുപാട് കുട്ടികൾക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്. നല്ല നല്ല കമൻസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ പാർട്ട് 3യുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നല്ല കിടിലൻ 5 ചോദ്യങ്ങൾ നോക്കാം. നമുക്ക് സമയം ഒരുപാട് ആവുകയാണെങ്കിൽ ചിലപ്പോൾ 4 ചോദ്യമാക്കും, ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ എടുക്കാം. നോക്കാം, നമുക്ക് 5 ചോദ്യം ഡിസ്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് 5 ചോദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. കിടിലൻ ചോദ്യങ്ങളാണ് മക്കളെ. സോ ഒരു കാരണവശാൽ നിങ്ങൾ എന്താക്കരുത്, ഇത് മിസ് ചെയ്യരുത്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷമോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ആയിട്ടോ ഒന്നാമത്തെയും രണ്ടാമത്തെയും നമ്മുടെ വീഡിയോസ് കണ്ടുവരിക. നമ്മുടെ ചാനലിലുണ്ട്. ആ ചാനലിൽ ആദ്യത്തെ ടോപ്പ് 5 ക്വസ്റ്റ്യൻ എന്നും രണ്ടാമത്തത് 3A+ ക്വസ്റ്റ്യൻസും ആണ്. ഇത് 3ാമത്തെ പാർട്ടാണ്. സോ വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം തന്നെ നല്ല രസമുള്ളൊരു ചോദ്യമാണ്. കണ്ടാൽ പേടി തോന്നുന്ന എന്നാൽ അത്ര പ്രശ്നമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കാം. A+1, A+2, A+3 എന്ന സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ്. ഒന്നാമത്തെ ചോദ്യം, 10ാം പദം എഴുതുക. സംഗതി സിമ്പിളാണ്. 1ാം പദത്തിൽ A+1, 2ാം പദത്തിൽ A+2, 3ാം പദത്തിൽ A+3. അപ്പോൾ 10ാം പദത്തിൽ എത്ര ഉണ്ടാവും? A+10. വെരി സിമ്പിൾ. രണ്ടാമത്തെ ചോദ്യം, പൊതുവ്യത്യാസം എന്താണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? നമുക്കറിയാം, ഒന്നുകിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം A+2 മൈനസ് A+1. പക്ഷേ ബുദ്ധി ഉപയോഗിക്കുന്ന കുട്ടികൾ അങ്ങനെ അല്ല ആൻസർ ചെയ്യാം. ബുദ്ധി കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഇവിടെ 1 കൂടുന്നത്, എല്ലായിടത്തും 1 കൂടുന്നത്. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1. ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ ഫുൾ മാർക്കാണ്. ഓക്കെ. അടുത്തത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം, അതായത് ഓൾജിബ്രൈക് ഫോം. നമുക്കറിയാം ഇവിടെ ആകെ ചേഞ്ച് ചെയ്യുന്നത് 1, 2, 3 എക്സെട്ര. എല്ലായിടത്തും A ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോമിൽ എന്തുണ്ടാവും? A ഉണ്ടാവും. പ്ലസ് 1ാമത്തേൽ 1, 2ാമത്തേൽ 2, 3ാമത്തേൽ 3, 10ാമത്തേൽ 10, n-ാമത്തേൽ n. സോ ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ A+n. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ് ഗൈസ്. യെസ്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. വളരെ രസകരമായുള്ളൊരു ടോപ്പിക്കാണ് ഇത് തന്നെ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. dn+f-d വെച്ചും ചെയ്യാൻ പറ്റും. ഓക്കെ. ഡി എന്ന് പറഞ്ഞാൽ 1 ആണ്, നമ്മൾ കണ്ടുപിടിച്ചു. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഡീൻ്റെ കൂടെ n, dn പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം A+1 ആണ്. A+1, ഡി എന്ന് പറഞ്ഞാൽ 1. സോ +1 - 1 കട്ടായി. സോ n+a ഓർ A+n. ഇങ്ങനെയും എന്താക്കാം, നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താം. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യത്തിന് 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്. നിങ്ങൾ പ്രത്യേകമായിട്ട് സ്റ്റെപ്പുകളൊന്നും ഒരുപാട് എഴുതണമെന്നില്ല. ഓക്കെ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിൽ കാണാം. മക്കളെ, ഈ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ രസകരമായിട്ടുള്ള എന്നാൽ നല്ല ടഫുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മനസ്സിലാക്കിയത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അത്യാവശ്യം കിടിലൻ ക്വസ്റ്റ്യനിൽ പെട്ടൊരു ക്വസ്റ്റ്യൻ, ടോപ്പ് പ്ലസ് എന്ന് പറയാം. A+ അല്ല, ഹൈ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും. ആ ചോദ്യം ഞാൻ അടുത്ത ചോദ്യം കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യത്തിന് ശേഷമായിരിക്കും ആ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഒരു കിടിലൻ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 1, 3, 5, 7 എക്സെട്ര? നമുക്കറിയാം ഇത് ഓഡ് നമ്പറിൻ്റെ ശ്രേണിയാണ്. സോ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്, 25. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം 1 + 3 + 5 + 7 + 9. ഇതാണ് ആദ്യത്തെ 5 പദങ്ങളുടെ തുക. എത്ര കിട്ടും? 25 കിട്ടും. ഒന്നാമത്തെ സ്റ്റെപ്പായി. രണ്ടാമത്തത്, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ്? അത് n² ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറ്റ സംഖ്യാശ്രേണി അല്ലേ, 1, 3, 5, 7. അതിൻ്റെ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? n² ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ആ പഠിച്ചതിനൊരു മാർക്കാണ്. അങ്ങനെ 2 മാർക്ക് കിട്ടി. വളരെ സിമ്പിളായിട്ട്. മൂന്നാമത്തെ ചോദ്യം, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ മക്കളെ? ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ തരുന്ന കമൻറ്റുകൾ തന്നെയാണ് എനിക്ക് വീണ്ടും വീഡിയോസ് എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. സോ ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ പാർട്ട് 4 വേണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എടുത്തു തരുന്നതിന് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പത്തെയൊക്കെ വീഡിയോസുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അയച്ചു കൊടുക്കുക. കാരണം അതിലൂടെ അവർക്കും A+ കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് A+ കിട്ടി എന്ന് കരുതി മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും പാടില്ല. എല്ലാവർക്കും കിട്ടട്ടെ, നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താക്കാം,
നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം. ഹൈ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് കണക്ഷൻ ഉണ്ടാവും, രണ്ടാമത്തെ കണക്ഷൻ ഉണ്ടാവും, മൂന്നാമത്തെ കണക്ഷൻ ഉണ്ടാവും, നാലാമത്തേന്. ആ രീതിയിലാണ് പൊതുവേ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം വരാറുള്ളത്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1 3 5 7 എക്സെട്ര അല്ലേ. അത് ഈ കാണുന്നതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാൻ. നമുക്കറിയാം ഇതിൻ്റെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഈ മുകൾ ഭാഗത്തിൻ്റെ എപ്പോഴും ഡിനോമിനേറ്റർ എപ്പോഴും n ആയതുകൊണ്ട്, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ മാത്രം ആഡ് ചെയ്താൽ മതിയോ, അതായത് അംശങ്ങൾ തമ്മിൽ മാത്രം ആഡ് ചെയ്താൽ മതിയോ. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, n² ആണ് അല്ലേ. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു n² ആണ്. 1 3 5 7ൻ്റെ സമ്മ് n² ആണ്. അടിയിൽ എപ്പോഴും n ആണ്. സോ ബൈ n അല്ലേ, n² ബൈ n. ഫോർ എക്സാമ്പിൾ 2/3 + 4/3 + 7/3. ഇതിന് ആൻസർ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, മുകൾ ഭാഗം മാത്രം ആഡ് ചെയ്താൽ മതി. 2 4 6 6 13. ഇതിന് ആൻസർ 13/3 ആണ് അല്ലേ. ഒരു 3 എഴുതിയാൽ മതി. അതേ രീതിയിൽ മുകൾ ഭാഗം മാത്രം ആഡ് ചെയ്തപ്പോൾ n² കിട്ടി, അടിയിൽ n ആണ്. അപ്പോൾ n² ബൈ n, n²ൻ്റെ സ്ക്വയറും എന്നും കട്ട് ചെയ്താൽ എന്ത് കിട്ടും, ഉത്തരം n എന്ന് കിട്ടും. n 3 മാർക്കായി അല്ലെങ്കിൽ 4 മാർക്കായി. അടുത്തത് ഈ കാണുന്നതിൻ്റെ സം എത്ര? ആദ്യത്തെ 2020 പദങ്ങൾ നമുക്കറിയാം 1 3 5 7 ആയതുകൊണ്ട് 2020 പദങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തുക എന്നാൽ 2020ൻ്റെ സ്ക്വയറാണ്. കാരണം n² അല്ലേ, n² എന്ന് പറഞ്ഞാൽ ആകെ പദങ്ങളുടെ എണ്ണം. 2020 പദങ്ങൾ ഉണ്ടെങ്കിൽ 2020ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ അടിയിലെപ്പോഴും 2020 ആണ് അല്ലേ. അതായത് ഇവിടെ ഇത് അതേ ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ്, എന്നിന് പകരം 2020 തന്നുള്ളൂ. സോ സ്ക്വയറും 2020 വെട്ടിയ എത്ര ഉത്തരം 2020 ആണ്. സിമ്പിൾ ലിറ്റിൽ സ്റ്റാർ ഹാവ് എ വൺ ഡേ വാട്ട് യു ആർ അല്ലേ. എങ്ങനെയുണ്ട് മക്കളെ അസ്ത്ര ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിലെ കാര്യങ്ങളൊക്കെ ഇത് അസ്ത്ര ബാച്ചിലൊക്കെ പഠിച്ച കുട്ടിക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. ഒരു കാര്യം അറിയാത്ത കുട്ടികൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല, പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും. ഇതുപോലെ കിടിലൻ ക്ലാസ്സുകളാണ് അസ്ത്ര ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടു എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ആൻസറും കിട്ടി. ഓക്കെ, എനിക്ക് തോന്നുന്നത് 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്കിതിലില്ലാന്ന് തോന്നുന്നു. സോ നമുക്ക് ടഫുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കാം നമുക്ക് എത്ര മിനിറ്റ് ആയി നോക്കട്ടെ. ഏകദേശം 7 മിനിറ്റ് ആയി. നോക്കാം. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 140. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ആണ്. പിന്നെന്താ തന്നത്? സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഈസ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 440. ആദ്യത്തെ 11 പദങ്ങളുടെ തുക 440 ആണ്. മക്കളെ നിങ്ങളോട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, ഒരു സമാന്തര ശ്രേണിയിലെ ആകെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടൊരു മിഡിൽ ടേം ഉണ്ടാവും. ആകെ പദങ്ങളുടെ എണ്ണം ഓക്കെ, ഇവിടെ 7 ആണ്. സോ ഉറപ്പായിട്ടും അവിടെ ഒരു മിഡിൽ ടേം ഉണ്ടാവും. 7നോട് 1 കൂട്ടുക 8, അതിൻ്റെ പകുതി 4-ാം പദമായിരിക്കും അതിൻ്റെ മധ്യപദമായിട്ട് വരിക അല്ലേ. 4-ാം പദം എത്രടാ? തുക ബൈ എണ്ണം 140/7. ഇത് ഞാൻ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എനിക്കൊരു സംശയമുണ്ട്, എന്തായാലും കുഴപ്പമില്ല. തുക ബൈ എണ്ണം അഥവാ 140/. ഇതിൽ നിന്നും ഇതേപോലെ കിട്ടും. 11നോട് 1 കൂട്ടിയാൽ 12 ആണ് ബൈ 2. 6-ാം പദം പറഞ്ഞാൽ 440/11, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 കിട്ടും. ഇത് നമ്മൾ ചോദ്യം വായിച്ച സമയത്ത് നമുക്ക് കിട്ടിയ ഉത്തരങ്ങളാണ്. എന്നാൽ എന്താ ചോദ്യം നോക്കിയ മക്കളെ? ചോദ്യം എന്താണ്? 4-ാം പദം എത്ര, 6-ാം പദം എത്ര? കണ്ടോ, ചോദ്യം അങ്ങനെ വരുള്ളൂ. കാരണം ആ ചോദ്യം വരാനുള്ള റീസൺ എന്താ? ഇതിൻ്റെ മിഡിൽ ടേമാണിത്. അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം കേട്ടോ. നമ്പർ ഓഫ് ടേംസ് ഓടാണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്തുണ്ട്? മിഡിൽ ടേം ഉണ്ട്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മധ്യപദമാണ് അല്ല. ഓക്കെ, മധ്യപദം മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ട ആളുകൾക്കറിയാം, 2 പദങ്ങൾ തന്നാൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്ര, അതേപോലെ ഇതിൻ്റെ ഫസ്റ്റ് ടേം എഴുതുക. ഫസ്റ്റ് ടേം നിങ്ങൾക്കറിയാം, x4ൽ നിന്ന് 3d കുറച്ചാൽ മതി. ആ 2 ഉത്തരവും നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. സോ യെസ്, സ്ലൈഡ് മാറിപ്പോയടാ മക്കളെ, അതാ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇനി നമ്മൾ ആ ടഫുള്ള ക്വസ്റ്റ്യനിലേക്ക് അടക്കുകയാണ്. യെസ്, 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ആ ടഫുള്ള ക്വസ്റ്റ്യൻ വേണ്ടി ഡിസ്കസ് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾ മനസ്സറിഞ്ഞിട്ടുള്ള കമൻറ്റുകളിലൂടെയാണ് നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണേണ്ടത് കേട്ടോ. സോ നോക്കാം. ഓക്കെ, ഒരു കിടിലൻ ക്വസ്റ്റ്യൻ. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 45. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 45 ആണ്. ആൻഡ് സം ഓഫ് ഫസ്റ്റ് 18 ടേംസ് ഈസ് 171. ആദ്യത്തെ 18 പദങ്ങളുടെ തുക 171 ആണ്. ജസ്റ്റ് അല്ലല്ലേ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് 10th ടേം ടു 18th ടേം? വെറൈറ്റി ക്വസ്റ്റ്യനാണ്.
10ാം പദം മുതൽ, അല്ലാണ്ട് നിങ്ങളോട് ചോദിച്ചത് 10ാം പദത്തിൻ്റെയും 18ാം പദത്തിൻ്റെയും തുക അല്ല. 10ാം പദം മുതൽ 18ാം പദം വരെയുള്ള പദങ്ങളുടെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 10ാം പദം മുതൽ. മക്കളെ, ഇവിടെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ചിത്രം വരച്ചുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ചിത്രം വരച്ചുകൊണ്ട് അതെങ്ങനെയല്ലേ? അത് സംഭവം എത്രേ ഉള്ളൂ. നമുക്ക് തന്ന കാര്യം കൃത്യമായിട്ട് ഇവിടെ ഡിഫൈൻഡ് ആണ്. 1ാം പദം മുതൽ x1 9ാം പദം വരെയുള്ള തുക നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള തുക എത്രയാണ്? 45ആണ്. അതേ സമയത്ത് ഇവിടെ നിന്ന് 1ാം പദം മുതൽ 18ാം പദം വരെയുള്ളത് 171 തന്നിട്ടുണ്ട്. 1 മുതൽ 9 വരെയുള്ള നമുക്കറിയാം. നമ്മൾ കണ്ടുപിടിക്കാൻ എത്ര? അതിന് ശേഷമുള്ള 10 മുതൽ 18 വരെയുള്ള 10 to 18 വരെയുള്ള പദങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത്രയും സാധനത്തിൽ നിന്ന് 171 ഇതങ്ങ് കുറച്ചാൽ ഇതാണ് കിട്ടുക. സോ ഒന്നാമത്തെ ആൻസർ എത്രയാണ്? 171 മൈനസ് 45, 11 5 6 4 2 126 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? വെരി സിമ്പിൾ, ദാറ്റ് ഈസ് 126. ബുദ്ധി ഉണ്ടെങ്കിലേ ഉത്തരം കിട്ടുള്ളൂ, അല്ലേ കിട്ടില്ല. ഓക്കെ ആണോ? തരാണ് ക്വസ്റ്റ്യനൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അടുത്ത ചോദ്യമുണ്ട്, വാട്ട് ഈസ് ഇറ്റ്സ് 5th ടേം? അതൊരുവിധം എല്ലാവർക്കും കിട്ടും. ഇതിൻ്റെ 5ാം പദം എത്ര? 9 പദങ്ങളുടെ തുക 45 ആണെങ്കിൽ 5ാം പദം കിട്ടാൻ ഒരു പണിയുമില്ല, കാരണം മിഡിൽ ടേം ആണ്. 10, 10ൻ്റെ പകുതി 5, 45/9 5 ആണ്. 45 എത്ര? 9 ഉണ്ട്. എന്നാൽ അടുത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ കുറച്ചൊരു പണിയുണ്ട്. 14ാം പദം എത്ര? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും വഴിയുണ്ടോന്ന്. 14ാം പദം എത്ര? നിങ്ങളെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുക. അതൊരു ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വഴികളുണ്ട്, പക്ഷേ ഞാൻ സിമ്പിളായുള്ള വഴിയാണ് പറയുന്നത്. മക്കളെ ചോദ്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആദ്യത്തെ 9 എണ്ണം, പിന്നത്തെ 9 എണ്ണം. അപ്പോൾ ഇവിടെ വരെ ആകെ പദങ്ങളുടെ എണ്ണം ഇവിടെ വരെ n 9 ആണ്, ഇവിടെ വരെ n 9 ആണ്. അപ്പോൾ ഇവിടെ 9 9 18 പദങ്ങളുണ്ട് മൊത്തം. ഓക്കെ. 10 മുതൽ 18 വരെ 9 പദങ്ങളുണ്ട്. 10, 11, 12, 13, 14, 15, 16, 17, 18 9 എണ്ണം ഉണ്ട്. അപ്പോൾ 9 എണ്ണം ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ഒരു മധ്യപദം ഉണ്ടാവും. ഈ 10ൻ്റെയും 18ൻ്റെയും കറക്റ്റ് നടുവിലുള്ള ആളാരാണ്? 10 + 18 28, അതിൻ്റെ പകുതി 14ാം പദം. അപ്പം ഈ കാണുന്ന തുക 126, x10 to x18 എന്ന് പറയുന്നത് 126 ആണ്. അതിൻ്റെ മധ്യപദമാണ് x14. 10ഉം ഇനിയിപ്പോൾ എത്ര ആലോചിച്ചാൽ മതി. ഇങ്ങനൊരു റിലേഷൻ ഉണ്ട് മക്കളെ, അറിയാത്ത ആളുകൾ വേണമെങ്കിൽ എഴുതിച്ചോളൂ. അല്ലേ വേണ്ട, ഇപ്പോൾ പറയണ്ട, ഞാൻ വേറെ ഇതിൽ പറയാം. അപ്പോൾ x10 + x18, അതായത് 10ഉം 18 28, അതിൻ്റെ പകുതി 14 ആണെങ്കിൽ മിഡിൽ ടേം. അപ്പോൾ 126 ഡിവൈഡഡ് ബൈ 9 ആകെ പദങ്ങളുടെ എണ്ണം. തുക ബൈ n എന്ന് പറഞ്ഞാൽ 9 ആണ്. തുക ബൈ എണ്ണമാണ് മിഡിൽ ടേം. തുക ബൈ എണ്ണം 126 എത്ര 9 ഉണ്ടടാ? ദാറ്റ് ഈസ് 12 1, 36 4, 14 അപ്പം എന്ത് കിട്ടി? 5ാം പദം 5, 14ാം പദം 14. അപ്പം നമുക്ക് മനസ്സിലായി ഇത് എണ്ണൽ സംഖ്യയാണ് അല്ലേ? 1ാം പദം 1, 2ാം പദം 2, 3ാം പദം 3, 4ാം പദം 4, 5ാം പദം 5, അങ്ങനെ 14ാം പദം. അപ്പോൾ ഡി എത്രയാണെന്ന് കിട്ടി? യെസ്. അപ്പം നമുക്ക് എത്ര കിട്ടി? 14 5. അപ്പം ഫൈൻഡ് ദ സം ഓഫ് 5th to 14th ടേം. 5ാം പദം മുതൽ 14ാം പദം വരെയുള്ള തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 5ാം പദം 5, 6 എക്സെട്ര പ്ലസ് 14. ഇതിൻ്റെ സം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു കിടിലം ക്വസ്റ്റ്യൻ ആണ് ഈ കണ്ടത്. ഇതുപോലെ A+ ലെവലുള്ള ചോദ്യങ്ങൾ ഏകദേശം 13 മിനിറ്റ് കഴിഞ്ഞു അല്ലേ. ഇതുപോലത്തെ നല്ല നല്ല ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപക്ഷേ ഇതുവരെ ചാനൽ കാണാത്ത ആളുകളുണ്ടാവും. ആദ്യമായിട്ട് സൈലത്തിൻ്റെ ക്ലാസ് ഈ ഒരു വീഡിയോയിലൂടെ കാണുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ സ്പെഷ്യലായിട്ട് കമൻറ്റ് ചെയ്യുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. 10ാം ക്ലാസ്സിൽ നമ്മൾ A+ നേടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എത്ര ടഫുള്ള സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറഞ്ഞാലും സൈലത്തിൻ്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് A+ ഞാൻ നേടിത്തരും. ഇറ്റ്സ് മി ഷാഹിദ് റംസാൻ. ബൈ.